കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടക്കുന്നിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നടത്തുന്ന സമരജ്വാല രണ്ടാം ഘട്ടത്തിലേക്ക്. സമരപ്പന്തൽ കെട്ടിയുള്ള അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH66 ആണങ്കൂർ, കാസർഗോഡ്. വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് മൊഗ്രാൽ പുത്തൂർ കടവത്ത് കോട്ടക്കുന്ന് റോഡ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം രണ്ടാം ഘട്ടത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സമരസ്ഥലത്ത് പന്തൽ കെട്ടി നാട്ടുകാർ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. ചൊവ്വാഴ്ച നടന്ന പന്തംകൊളുത്തി പ്രകടനത്തിന് പിന്നാലെയാണ് സമരം കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ തീരുമാനിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ മുതിർന്ന പൌരന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. റോഡ് പണി തുടങ്ങുന്ന കാര്യത്തിൽ അധികൃതരിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ സമരപന്തലിൽ നിന്ന് മടങ്ങില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോട്ടക്കുന്ന് നിവാസികൾ. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലുള്ള റോഡുകളിലൊന്നായി കടവത്ത് കോട്ടക്കുന്ന് റോഡ് മാറിയിട്ടും അധികൃതർ കാണിക്കുന്ന അവഗണനയാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. നികുതി കൃത്യമായി അടയ്ക്കുന്ന പൌരന്മാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഭരണകൂടം ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നും ആക്ഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് KM, ജനറൽ കൺവീനർ അൻസാരി ഫൈനാൻസ്, കൺവീനർ റൌഫ് മാടം, സിറാജ് KK, നസീർ KU, ഹാരിസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. റോഡിൽ വീണ് റോഡിലുള്ള കൊണ്ടിൽ വീണ് പലരുടെയും നടുവടിഞ്ഞ്, റോഡിലുള്ള കൊണ്ടിൽ വീണ് പലരുടെയും നടുവടിഞ്ഞ്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.